പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രം ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. കണ്ടോ, എന്റെ സഹോദരൻ സത്യസന്ധമായി കാര്യം പറഞ്ഞിരുന്ന 8 മാസം മുമ്പുള്ള പ്രസംഗം അത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന 6 കൊല്ലമായിട്ട് സക്കരിയ സലാഹിക്ക് ഈ വാദമുണ്ട്. 23 അവസരം കൊടുത്ത് തിരുത്തിയിട്ടും മാറിയിട്ടില്ല. ഏതാ വിശ്വസിക്കുക? 8 മാസം മുമ്പ് എന്റെ സഹോദരൻ ബഹ്റൈനിൽ പോയിട്ട് പറഞ്ഞതാ ഇത്. എന്നിട്ട് ഇവിടുത്തെ കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം സംഘടനക്കകത്തുള്ള നമ്മളെ മൂപ്പരെ പ്രൊട്ടക്ട് ചെയ്താണ്. മൂപ്പരെ പ്രൊട്ടക്ഷനിലാണ് ഞാൻ ജീവിച്ചു പോണത്. എന്നെ പ്രൊട്ടക്ട് ഞാൻ ഇപ്പൊ മൊഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ പറഞ്ഞ KNM മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യോ? അതാണ് പോലും പറയണേ. മൊഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ കാക്കണേ എന്ന് വാദമുള്ള ആളാണ് ഞാനെന്നാ. എങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യോ നിങ്ങള്? അദ്ദേഹം അവിടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തതാണ്. എന്നിട്ട് മൂപ്പര് ആലുവയിലൊക്കെ സ്വകാര്യം പറഞ്ഞിരുന്നു, ഇനിയും പലതും പുറത്തു വിടാനുണ്ട്. ഇപ്പൊ മഞ്ചേരി പ്രസംഗത്തിന് മറുപടിക്ക് മുമ്പ് പറഞ്ഞിരുന്നു പല പല അത്ഭുത ക്ലിപ്പുകളും പുറത്തു വരാണ്ട്. എവിടെ ക്ലിപ്പ്? കാണട്ടെ. ഞങ്ങൾ ഭൂമി മലയാളത്തിൽ തന്നെയാ ജീവിക്കുന്നത്. അപ്പൊ 8 മാസം മുമ്പ് എനിക്ക് ആ വാദമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഒരിക്കലും തന്നെ ഞാനത് പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ വാദമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്, എനിക്കില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞത് സ്വീകരിക്കണം. തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജിന്നൊന്നല്ല വിഷയം, നിങ്ങളെ വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇതൊക്കെ അനസ്മോലിക്കുള്ള മറുപടിയാണ്. മൂപ്പര് തന്നെ മൂപ്പർക്കുള്ള മറുപടി പറയാണ് ഇപ്പോ. 8 മാസം മുമ്പ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആ 8 മാസത്തിനു ശേഷം ഞാൻ എന്താ ചെയ്തത്? ഇപ്പൊ മൂപ്പര് മംഗലാപുരത്ത് പോയിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഇതുവരെ അദ്ദേഹത്തിന് ആ വാദം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മഞ്ചേരിയിൽ മൂപ്പര വാദം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇപ്പോൾ മൈക്ക് അദ്ദേഹത്തിന് നേരെ തിരിച്ചു വെക്കുന്നു. അപ്പോഴും വൈരുദ്ധ്യം വന്നു. കാരണം അന്വേഷണ സമിതി നൂർഷിയും അബ്ദുറഹ്മാൻ സലഫിയും അഹമ്മദ് അലിമി അടക്കൽ എനിക്കിതുള്ള അന്വേഷണ സംഘം ഉണ്ടല്ലോ, അന്വേഷണ കമ്മിറ്റി എനിക്ക് വെച്ച ശുപാർശയിൽ ഒന്നാമത്തെ എന്താ? KK സക്കരിയ സലാഹി പഴയ വാദത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ ലേഖനം എഴുതി KJവിന് കൊടുക്കുകയും വേണം. അപ്പൊ ഇപ്പൊ എനിക്ക് ആ വാദമല്ല, പണ്ട് എനിക്ക് എന്തുണ്ടായിരുന്നു? വാദം ഉണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞെന്താ? മഞ്ചേരി വരിക വാദമല്ല, മഞ്ചേരിയിൽ നിന്ന് പുതിയ വാദം തുടങ്ങി. എന്നാ പിന്നെ ഇതിനെ പുറത്താക്കിയതിന് ശേഷമാണ് മഞ്ചേരി പ്രസംഗിച്ചത്. അപ്പൊ വൈരുദ്ധ്യം, നുണയോട് നുണ പറഞ്ഞ് അങ്ങനെയുണ്ട്. അനസ് മൗലവി ബാത്തിലിന് വേണ്ടി വാദിക്കരുത്, ഹക്കിന് വേണ്ടി ജീവിക്കേണ്ട ആളാണ് നിങ്ങൾ. ചെറുപ്പക്കാരനായ തൗഹീദിന് വേണ്ടി പ്രസംഗിക്കുന്ന ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ തൗഹീദിന്റെ മാർഗം വിട്ടിട്ട് നിങ്ങൾ മുവഹിദുകളെ മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ കുതന്ത്രത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വൈരുദ്ധ്യം പറയേണ്ടി വരുന്നത്. നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് നിങ്ങളെ തല കൊണ്ടല്ല, അബ്ദുറഹ്മാൻ സലഫിന്റെ തല കൊണ്ടാണ്. സ്വന്തം തല കൊണ്ട് ചിന്തിക്കണം, സ്വന്തം തല കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്റെ സുഹൃത്തിനെ ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്.